ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ആരൊക്കെയോ എൻ്റെ അടുത്ത് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ ഇതിൽ ഹോം ടൂർ ചെയ്യുമ്പോഴൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് കാണുന്നതാണ് നമ്മുടെ തറവാട് വീട്. അതിൻ്റെ അടുത്ത ഒരു ഗേറ്റ് കാണുന്നില്ലേ, അതാണ് അമ്മുവിൻ്റെ വീട്. അങ്ങനെ 3 വീട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയ കാരണം കുറച്ച് വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. 6:45 കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നുണ്ട്. 7 മണിയൊക്കെ ആവാറായിരിക്കുന്നു അപ്പോഴാണ് എണീക്കുന്നത്. അന്നേരം നേരെ പുറത്ത് പോയിട്ട് ആദ്യം തന്നെ ഞാൻ വീഡിയോ എടുക്കുക ചെയ്തത് വീടിൻ്റെ. എന്നിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്താ പറയുക, ചപ്പാത്തിയും മറ്റേ ഒരു കറിയില്ലേ, പനീർ ബട്ടർ മസാല, അതാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ചപ്പാത്തിയും ഈ കറിയും വെക്കലും മാത്രമേ ഉള്ളൂ പണി. ഞങ്ങൾ വീട്ടിൽ പോവാണ്, എൻ്റെ വീട്ടിൽ പോവാണ് കുമ്പിടിയിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, പാലക്കാടാണ് ചേച്ചി വരുന്ന ഞങ്ങൾ നാളെ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തും, ചേച്ചി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഭയങ്കര ചൂടാണ്, ഈ ചൂട് കാരണം അങ്ങോട്ടും പോകാനോ ഒന്നും തോന്നണില്ല, ആകെ പാലക്കാട് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ വയ്യ, രാവിലെ എണീക്കുമ്പോഴേ ക്ഷീണമാണ് ചൂട് കാരണം, അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറെ ദിവസം, ഇന്നിപ്പോൾ ഞങ്ങൾ വിഷുവിനൊന്നും മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചേച്ചിയുടെ മോള് വന്ന കാരണം അങ്ങോട്ട് ചേച്ചിക്ക് അപ്പോൾ അവിടെ നിന്ന് പോരാൻ പറ്റിയില്ല. അതിൻ്റെ മുൻപത്തെ ആഴ്ച വന്ന് പോയതല്ലേ. അപ്പോൾ ഇനി വേറൊരു ദിവസം കാണാം. അപ്പം ഞാൻ ശരിക്കും ചേച്ചീനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഫസ്റ്റിലെല്ലാം അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗിൽ ചേച്ചീനെ അവിടെ ചെറുതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കെല്ലാം മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം തന്നെ കുഴയ്ക്കാൻ പറ്റണില്ലല്ലോ, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഞാനിനി എന്താ പറയുക, പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഉള്ളിയില്ലേ, സവോള, അതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ മുൻപ് ഈ കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരു കറി വെക്കുന്നതല്ലേ, അപ്പോൾ അതിലിങ്ങനെ എങ്ങനെ വെക്കുന്നതെന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയാം. ഇത് ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ 2 ഉള്ളിയാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. പിന്നെ കുറച്ച് ഒരു 5-6 6-7 കുഴപ്പമില്ല, കുറച്ച് വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ് കേട്ടോ അത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒക്കെ കൂടിയിട്ട്, ഈ 2 വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ടൊന്ന് ചതയ്ക്കുക. ബാക്കിയുള്ളത് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ അരച്ച് വെക്കാറില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റല്ല, എനിക്ക് അതിനോട് അത്ര ഇഷ്ടമില്ല ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുന്നതിനോട്. ഞാനിങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചി ഇങ്ങനെ നന്നാക്കി വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. എന്നിട്ട് ആ സമയത്ത് ഒന്ന് ചതച്ചെടുക്കുക ഞാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റണം. ആദ്യം വെളിച്ചെണ്ണയിൽ, ഓയിലാണെങ്കിലും നല്ലതാണ് കേട്ടോ, നല്ല സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതിലും നല്ലതാണ്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലൊന്ന് വഴറ്റി, ഒരുപാട് ബ്രൗൺ കളറാവുമൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് വഴന്നാൽ മതി. അപ്പോൾ ഞാനത് വഴറ്റാൻ വേണ്ടിയിട്ടൊരു തവയിൽ ആണ് കേട്ടോ വഴറ്റുന്നത്. അപ്പോൾ അതങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചപ്പാത്തി മാവ് അങ്ങോട്ട് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതിയല്ലോ, ഇടയ്ക്ക് ഇടത് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ഇടാറില്ല കേട്ടോ. വെറുതെ ഇനി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട്, വെറുതെ ഫാറ്റുള്ള സംഭവങ്ങളൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇട്ടിട്ടൊക്കെ നല്ല കുഴച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. കുറച്ചുകൂടി സോഫ്റ്റൊക്കെ വയ്ക്കും. പിന്നെ വെറുതെ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതിയല്ലോ, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. വെറുതെ തടി കൂട്ടാൻ അല്ലെങ്കിൽ ഫാറ്റിന് വേണ്ടി അങ്ങനെ ഓയിലും ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റണതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഡെയിലി കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അധികം കഴിക്കില്ല. ചോറ്, കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളതൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, നന്നായി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കുറയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചൂടാറണമല്ലോ. അപ്പോൾ അത് ചൂടാറാൻ അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരണം. അതുപോലെ ഇവിടെ
ഈ ഭാഗത്ത് ചെടികളിലൊക്കെ ഉണങ്ങിയ ഇലകളും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് കളയണമെന്നിങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മിനിഞ്ഞാന്നെങ്ങാണ്ട് കണ്ടിരുന്നു അത്. അപ്പോൾ ഞാൻ ഇനി അടിച്ചു വരുമ്പോൾ ചെയ്യാമെന്നായിരിക്കും. പിന്നെ ഞാനത് അടിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ കത്തിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല, ഇനി പിന്നെ എവിട്ടേന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർത്തിട്ട് കത്തി എടുത്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ വാടിയ ഇലകളൊക്കെ ഇട്ട് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പക്ഷേ എന്നാലും ഇവിടെയുള്ള ചെടികൾ പിന്നെയും നിൽക്കുന്നുണ്ട് കേട്ടോ, പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ വെച്ച ചെടികൾ കുറേ ഇതേപോലത്തെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. ബോഗൻവില്ല മാത്രം ഉണ്ട് നല്ലതായിട്ട് നിൽക്കണം. ബോഗൻവില്ലയും വേറെ ഏതൊക്കെയോ 1-2 ചെടികളും ഇതേപോലെ കലാത്തിയും പിന്നെ മറ്റ് വേറെയൊക്കെ ചെടികളൊക്കെ ഉണ്ട്. ഒക്കെ അതിന് കുറച്ച് ചെറിയ ഷെയ്ഡ് വേണം തോന്നണം അതിന്. അതൊക്കെ ഉണങ്ങിപ്പോയി. ഭയങ്കര വെയിൽ തട്ടുകയാണ് ഫ്രണ്ടിൽ, ഇവിടെ അത്രയ്ക്ക് തട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ചപ്പാത്തിയൊക്കെ മാവൊക്കെ കുഴച്ചതും ഉള്ളിയൊക്കെ ഒന്ന് ചൂട് പോവുമല്ലോ. എനിക്ക് ശരിക്കും ഈ രാവിലെ പണിയുടെ മുൻപ് നമ്മൾ ഇങ്ങനെ കുളിക്കാൻ പോണതിൻ്റെ മുൻപാണ് എനിക്ക് മുറ്റൊക്കെ അടിച്ചു വരുന്നത് ഇഷ്ടമുള്ളൂ. അല്ലാതെ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് ചെന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണം അത്രയും വെയിലാണ് ഇവിടെ. അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നേരത്ത് അടിച്ചു വാരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണികളൊക്കെ ഒരുങ്ങി രാവിലത്തെ പണികൾ ഒരുങ്ങിയിട്ട് പിന്നെ കുളിക്കാൻ പോകണ ആ നേരമല്ലേ, ആ നേരത്താണ് ഞാൻ അടിച്ചു വാരുക. എനിക്കിങ്ങനെ മണ്ണാവും എന്തോ ഒരു തോന്നലാണ് എനിക്ക്. ഇങ്ങനെ മുറ്റൊക്കെ അടിച്ചു വരുമ്പോൾ പൊടി ഇങ്ങനെ മേലായിട്ട് പിന്നെ ഇങ്ങനെ കിച്ചണിൽ പോവുകയാണത്, അതൊക്കെ എന്തോ ഒരു പോലെയാണ്. പക്ഷേ ഇപ്പം ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കും. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. മറ്റേ പനീർ ബട്ടർ മസാല. എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ എന്തോ എവിടെയോ പറഞ്ഞത് തെറ്റിയോ എന്നങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കാഷ്യൂനട്ട് ഇല്ലേ, കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ തക്കാളി ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2-3, ഒരു വലുതൊക്കെ ആണെങ്കിൽ 2 തക്കാളി മതി. നല്ല ചുവന്ന തക്കാളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല പഴുത്ത് ചുവന്നിരിക്കുന്നില്ലേ അതും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതേപോലെ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊന്ന് വാട്ടി വെച്ചിട്ടില്ലേ, അത് പേസ്റ്റ് പോലെ ആക്കണ്ട. അത് ചെറുതായിട്ടൊന്നിങ്ങനെ അരച്ചെടുത്താൽ മതി. അരയ്ക്കല്ല, ചെറുതായിട്ടൊന്നിങ്ങനെ ഒതുക്കണ ഒരിതുണ്ടല്ലോ, ഒരു അരയാണ്ടുള്ള വിധത്തിലുള്ളത്, അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഈ കറി അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ കറി വെക്കാൻ അത്ര അറിയില്ല. അമ്മേനോട് പറഞ്ഞു, അമ്മ നമുക്കിത് ഈ കറി പഠിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഇത്രയും പഠിച്ചതൊക്കെ മതി, ഇനി നിനക്കറിയാലോ, പിന്നെന്താ പ്രശ്നം, അച്ഛന് കറി കൂട്ടാൻ തോന്നുമ്പോൾ മോളുണ്ടാക്കി കൊണ്ടുവരേ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കും സന്തോഷം. ഞാൻ ഉണ്ടാക്കിയിട്ട് അച്ഛനെ കൊണ്ടെടുക്കുക പറഞ്ഞാൽ അതൊരു സ്പെഷ്യലല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുപോകും, എന്നിട്ട് അച്ഛന് കൊടുക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കും പോകുമ്പോൾ അമ്മയുടെ അടുത്താണ് കൊണ്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ അമ്മയോട് പറയും, അമ്മ ഇത് അച്ഛനുള്ള പനീർ കറി, വെറും പനീർ കറി എന്നല്ല പറയാം, ഇത് അച്ഛനുള്ള പനീർ കറി എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, അതെ മോള് അച്ഛനുള്ള പനീർ കറി, വെറും പനീർ കറി എന്നല്ല കേട്ടോ പറയണത്, അച്ഛനുള്ള പനീർ കറി എന്നാണ് പറയണത്, നമ്മളെ ഒന്നും മൈൻഡില്ല എന്നൊക്കെ പറയും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയാം, അച്ഛനുള്ള പനീർ കറി എന്ന് പറയും. അല്ലെങ്കിലേ അമ്മ പറയും ഞാൻ അച്ഛൻ്റെ ടീമാണെന്ന്. അച്ഛനും ഞാനും ഒരു ടീമാണത്രേ. മുൻപ് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പറഞ്ഞു, അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അച്ഛൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്, അച്ഛൻ ഓ പോസിറ്റീവാണ്, നീ ഓ പോസിറ്റീവാണ്, അതിലൊരു മാറ്റമില്ല പറഞ്ഞു. പക്ഷെ എന്ന് നോക്കിയപ്പോൾ അത് തന്നെയായിരുന്നു, അച്ഛനും ഓ പോസിറ്റീവ്, ഞാനും ഓ പോസിറ്റീവ്. അപ്പോഴേക്കും വിശേഷം പറഞ്ഞിട്ട് കറി വയ്ക്കുന്നത് പറയാൻ വിട്ടുപോയല്ലേ. അപ്പോൾ അതിൽ കുറച്ചുകൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ജീരകല്ലേ, ചെറിയ ജീരകല്ലേ, അതൊരിത്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കണ സമയത്ത് തക്കാളി അരച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കുറച്ച് നേരം തന്നെ അങ്ങനെ വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഇല്ലേ അതങ്ങ് പോകുന്നവരെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക.
അതിലേക്ക് 2 പച്ചമുളകും കീറിയത് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. പച്ചമുളകൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. ഞാൻ കുറച്ച് ഇരിക്കട്ടെ, പച്ചമുളകല്ലേ, അധികം എരിവൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ ഇട്ട പൊടികളൊക്കെ ഇല്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, 2 പച്ചമുളക് കീറിയത്, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിന് എന്ന് പറയുന്നത് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് പനീർ ഞാനൊന്ന് ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോസൺ ആയിട്ടിരിക്കുന്നതല്ലേ, അത് അതിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കാഷ്യൂനട്ട് അരച്ച് വെച്ചതില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ആ കറിയുടെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ ഏട്ടനിവിടെ ഫാനൊക്കെ ക്ലീനിങ്ങിലാണ് കേട്ടോ. പില്ലോ കവർ വെച്ചിട്ട്, പഴയൊരു പില്ലോ കവർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ ക്ലീൻ ആയിരിക്കുമല്ലോ. ഇതെനിക്ക് ഏതോ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അവരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ലതായിട്ട് തോന്നി. നിലത്തേക്ക് പൊടിയൊന്നും വീഴില്ലല്ലോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാനൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടല്ലോ, അതാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. നിർബന്ധമായിട്ടും കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ ഇല്ലേ കറക്റ്റ്, അത് ഇതിൽ നിന്ന് വരുന്നത്. ഇതിൽ നിന്ന് ഈ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി ബട്ടറാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തത്, ബട്ടർ കഴിഞ്ഞു പോയി. അപ്പോൾ അതിന് പകരം വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ട നെയ്യില്ലേ, അതൊരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യും ബട്ടറൊക്കെ കണക്കാണ്, കുഴപ്പമൊന്നുമില്ല. ശരിക്കും ആ പേരൊക്കെ വെച്ച് നോക്കുമ്പോൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ്. എന്നാലും നെയ്യ് നല്ലതാണ്, വീട്ടിലുണ്ടാക്കിയ നെയ്യല്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് വേറൊരു പാത്രത്തേക്കും, ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ളത് വേറൊരു പാത്രത്തിലും ആക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് ഇനി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകട്ടോ. ഞാൻ ചപ്പാത്തി വറ്റുമ്പോൾ ഏട്ടൻ വന്നിട്ട് അത് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈസി ആയല്ലോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഷെബി എന്നുള്ള പേര് വന്നത് എന്നിട്ടോ, അതിൻ്റെ പിന്നിൽ രസകരമായ വല്ല ഇതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് എന്താ പറയുക, ചേച്ചിയുടെ പേര് ഷൈല എന്ന്, ഏട്ടൻ്റെ പേര് ഷാജി എന്ന്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ മോളായ ഞാൻ അത് ആദ്യത്തെ 2 പേരും അച്ഛനെ ഇടാൻ കിട്ടിയിട്ടില്ല, അത് വേറെ ആരൊക്കെയാണ് പേരിട്ടത്. അപ്പോൾ മൂന്നാമത്തെ മോള് ഞാൻ ജനിച്ചപ്പോൾ എന്തായാലും ഇവൾക്ക് ഞാൻ പേരിടുന്ന അങ്ങോട്ട് പറഞ്ഞിട്ട് ഷാ വെച്ചിട്ടൊരു പേരങ്ങോട്ട് ഇട്ടു. അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമേ അല്ല ഈ പേര്. അച്ഛന് വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേന്ന് ഞാൻ എപ്പോഴും അച്ഛനോട് ചോദിക്കാറുണ്ട്. 2 ചപ്പാത്തിൻ്റെ ഉള്ളിലോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് സൂര്യനും ഒന്ന് ഏട്ടനും കൂടിയിട്ട് പരത്താനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ഒരെണ്ണം അവർക്ക് പരത്താൻ കൊടുക്കണം. ഇതിൽ ആരാണ് നന്നായി പരത്തുന്നത് ഇപ്പോൾ കാണാം. ആദ്യം ആരാത്തിന് സൂര്യനാണോ ആരാണ്? ശരിക്കും സൂര്യൻ അത്യാവശ്യം നന്നായിട്ട് പരത്തു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ അച്ഛനും മോനും കൂടിയിട്ടൊരു മത്സരം എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉള്ള കാരണം കൂടിയിട്ട് ഇങ്ങനെ ഒരു പതർച്ച വന്നതാണ്. അതാണ് ഇങ്ങനെ ഇത്ര ശ്രദ്ധിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ ഒന്ന് വരുത്തുന്നത്. ഇങ്ങനെ പൊട്ടണമുണ്ട്, ഒട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഇതിനേക്കാളും നന്നായിട്ടാവാൻ പരത്തുന്നതൊക്കെ തന്നെയാണ്. ഇനി അടുത്ത ആള് ഇതാണ് കേട്ടോ സൂര്യന്റെ ചപ്പാത്തി. കുഴപ്പമില്ലല്ലേ? ഇതിൽ ആർക്കാണ് ഇപ്പൊ 2 പേരിൽ ആർക്കപ്പൊ ഫസ്റ്റ് കൊടുക്കുക ഷേപ്പില്? സൂര്യൻ ചെറിയ കുട്ടിയാണ്, അപ്പൊ ഒരു കൺസിഡറേഷൻ ഒക്കെ കൊടുക്കണം.
അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലും ചപ്പാത്തി മത്സരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തീനെ പറ്റിയിട്ട് എന്തോ തർക്കം നടക്കുകയാണ് രണ്ടുപേരും തമ്മിൽ. അവരുണ്ടാക്കിയ ചപ്പാത്തി രണ്ടുപേരും ഉണ്ടാക്കിയത് അവരവർക്ക് വേണമെന്നോ എന്തോ പറഞ്ഞിട്ട് അവിടെ കശപിശയൊക്കെയാണ് രണ്ടുപേരും കൂടിയിട്ട്. അതാണ് ഞാനിരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്താണ് ഇപ്പോൾ അവിടെ ഉണ്ടായതെന്ന്. എന്തോ കാര്യമായിട്ട് എന്തോ തമാശ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇനി ഒന്ന് കുളിക്കണം, പോകണം. അത്രയേ ഉള്ളൂ പണി. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഫർസാന എന്നാണ് കേട്ടോ അവരുടെ പേര്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത് ഹോട്ട്പോട്ടിനകത്ത് ഒന്ന് പറയാവുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചോറ് വയ്ക്കണ്ട, ഇന്ന് ഞങ്ങൾ കുമ്പിടി പോവാണ്, എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇപ്പം നേരം ഇത്രയും 11 മണി 11:15 ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ്. അപ്പം എന്നാലും ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇനി വേറൊരു വീഡിയോ ഒക്കെ പറയാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇപ്പം മറന്നു പോകും. അപ്പോൾ ഇതിൽ സാധാ പോലെ ഒന്നുമില്ല, ഇത് എംറ്റിയാണ്. സാധാ പോലെ ചോറ് വയ്ക്കുക, ഒരു പാത്രത്തിനകത്ത് ചോറ് വയ്ക്കുക. ഇത് ശരിക്കും ഇതിൻ്റെ പാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പാത്രം ഇതാണ്. ഞങ്ങൾക്ക് പിന്നെ അത്രയും വലിയ പാത്രത്തിൽ വെക്കേണ്ടാത്ത കാരണം ഇത് വേറൊരു പാത്രത്തിലാണ് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റ് കുറച്ചുകൂടി വേഗം വേവും. ഇതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇത് ചെറുതല്ലേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ സാധാ അരിയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കില്ലേ, വെള്ളത്തിൽ വെച്ച് വേവിക്കണം. വേവിക്കല്ല, ഒന്ന് തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ ആ തിളച്ചോട് കുടിക്കുന്ന ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു എത്ര മണിക്കൂർ, 1.5 മണിക്കൂർ സമയമെടുക്കും. ഇപ്പം ഞാൻ വയ്ക്കുന്ന ചോറിന് അരിക്ക്. അതല്ലെങ്കിൽ ഓരോ അരി നോക്കിയിട്ട് വെച്ചാൽ മതി. ആദ്യത്തെ ദിവസം എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം. ചിലപ്പോൾ നല്ല വേവുള്ളതാണെങ്കിൽ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ രാവിലെയാണല്ലോ എന്നും വയ്ക്കുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെക്കുക ചെയ്യാം. അങ്ങനെ അത്രയേ ഉള്ളൂ. ഇതിന് ഉള്ളിൽ വാഷർ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ വാഷർ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പാത്രം വെക്കുമ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ചൂടാകാതിരിക്കാനാണോ എന്തോ അറിയില്ല. അങ്ങനെ വാഷർ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ മുകളിൽ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് അടച്ച് വെച്ചിട്ട് 1.5 മണിക്കൂർ, ഞാൻ 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മട്ടരിയാണ് വെക്കുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വാർക്കും. വാർത്താൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വയ്ക്കുക. പിന്നെ അത് ചൂടോർക്കാൻ ഒരു രാത്രി വരെ ഇരിക്കും. ഇളം ചൂടുണ്ടായിരിക്കും രാത്രി ചോറ് എടുക്കുമ്പോഴും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫർസാനയ്ക്ക് മനസ്സിലായല്ലോ. ഫർസാന പറഞ്ഞ പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കുമ്പിടി പോവല്ലേ, ഞാനിവിടെ അമ്മോട് പറഞ്ഞിട്ട് വരാം കേട്ടോ പോവാണെന്ന്. കുമ്പിടി പോയിട്ടാ ഇന്നലെ എങ്ങനെ വിചാരിച്ചാൽ പോവാൻ. അങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കുറേ നേരം വൈകിട്ടാണ്. 11:30 ആവാറായിട്ടുണ്ട് തോന്നുന്നു ഇപ്പോൾ സമയം. അമ്മ ഒരു പ്രാവശ്യം വിളിച്ചു, എന്താ ഇറങ്ങിയോ, എപ്പോഴാണ് ഇറങ്ങി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ വരാം, വീഡിയോ ഒക്കെ എടുക്കാനും ഉണ്ടിട്ട് അമ്മ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇപ്പം ഇറങ്ങണു. ഇവിടുന്ന് കാറിലാണെങ്കിൽ ഒരു 35 മിനിറ്റ് 40 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എത്തും. ഇനി ഞങ്ങൾക്ക് പോണ വഴിയിൽ
ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ ഇറങ്ങാനുണ്ട്. കാടാമ്പുഴ കഴിഞ്ഞിട്ടാണ് അവരുടെ വീട്. വളാഞ്ചേരി റൂട്ടിന് കാടാമ്പുഴ നിന്ന് ഒരു 3 കിലോമീറ്റർ വളാഞ്ചേരി റൂട്ടിന് പോയാൽ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലിറങ്ങണം. അതുപോലെ ചേച്ചീൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലൊന്ന് കയറണം. അടുത്തടുത്ത് തന്നെയാണ് രണ്ടുപേരുടെയും വീട്. ഇതിപ്പോൾ ഇങ്ങനെ കാടാമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാടാമ്പുഴ എത്താറായിട്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നേരെ കാണുന്നത് ആണ് അമ്പലം, കാടാമ്പുഴ ദേവീക്ഷേത്രം. അവരുടെ ആ റെസിപ്റ്റൊക്കെ എഴുതില്ലേ, വഴിപാട് കൗണ്ടറൊക്കെ വരുന്നില്ലേ, അതാണ് ആ നേരെ കാണുന്ന ബിൽഡിങ്. പിന്നെ താഴത്തേക്കാണ് അമ്പലമൊക്കെ ഉള്ളത്. സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകണം. ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് കാടാമ്പുഴ ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ പോയിട്ട് ആണ് കുറച്ചുകൂടി ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഒരു 4 കൂടി ഒരു ജംഗ്ഷൻ ഉണ്ട്, കുറച്ചുകൂടി അങ്ങോട്ട് പോകണം കേട്ടോ. അവിടുന്ന് അതാണ് ഒന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ ചെല്ലുന്ന ആ റോഡും, പിന്നെ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് വെട്ടിച്ചിറ, അതായത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നൊക്കെ വരില്ലേ കാടാമ്പുഴയ്ക്ക്. അപ്പോൾ ഈ വെട്ടിച്ചിറ ടച്ച് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ വെട്ടിച്ചിറ നിന്ന് കാടാമ്പുഴയ്ക്ക് വരുന്ന റോഡാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കുറച്ചുകൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോകണം. അതാ വരുന്ന കാണുന്ന റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന റൈറ്റ് സൈഡിലുള്ള റോഡില്ലേ, അതാണ് വെട്ടിച്ചിറ റോഡ് എന്ന് പറയുന്നത്. നേരെ പോയാൽ വളാഞ്ചേരിക്കുള്ള റോഡാണ്. ഇതപ്പോൾ നേരെ പോണത് വളാഞ്ചേരിക്ക്. ഇവിടെ നിന്നാണ് ഒരു 3 കിലോമീറ്റർ കൂടി ഉള്ളത് ചേച്ചിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അവരുടെ വീട് എത്താറായി. ഇതാ അവരുടെ വീടാണ് ഈ കാണുന്നത്. ഇത് ഇവരുടെ മൂത്ത ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഹസ്ബൻഡിന് 4 പെങ്ങന്മാരും ഒരു ഏട്ടനുമാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഒരു ചേച്ചി ഉള്ളത് കോട്ടയ്ക്കലാണ് വീട്. പിന്നെ വേറൊരു ചേച്ചി ഇവിടെ അടുത്ത് തന്നെ ചേലക്കുത്ത് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയുണ്ട്. പിന്നെ വേറെ ആൾ പരപ്പനങ്ങാടി വള്ളിക്കുന്ന് ആ ഭാഗത്തേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് തുറക്കാൻ ഓടി വന്ന കുട്ടിയില്ലേ, അത് ചേച്ചിയുടെ പേരക്കുട്ടിയാണ് കേട്ടോ. 2ാമത്തെ മോൻ്റെ കുട്ടിയാണ്. ഞാൻ അങ്ങനെ അങ്ങോട്ട് എല്ലാവരെയും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ വീടും ഒന്ന് പാസ് ചെയ്ത് പോയിട്ടുള്ളൂ. ഞാൻ ആരുടെ അടുത്തും പെർമിഷനൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ അവരുടെ വീട്ടിൽ അവരിങ്ങനെ നമ്മൾ അങ്ങനെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അന്നൊക്കെ ചോദിക്കണം. ഞാനങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു. അതാണ് പിന്നെ ആരെയും ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കാത്തത്. ജസ്റ്റ് ഒന്നിങ്ങനെ പാസ് ചെയ്ത് അങ്ങ് പോയതാണ്. ഇവിടെ അതേപോലെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നേരം എടുക്കും ചിലപ്പോൾ, അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ ഞാൻ അങ്ങനെ എടുത്തു പോയതാണ്. അപ്പോൾ ഇത് മൂത്ത മോൻ്റെ വീടാണ് കേട്ടോ. അവിടെ മൂത്ത മോനും വൈഫും 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ആരെയും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് എടുത്ത് പോയതാണ്. അവിടുത്തെ ചേച്ചീനെ കണ്ടുവല്ലോ അല്ലേ, ഒരു നോട്ടം സാരി എടുത്തിട്ട് കണ്ടില്ലേ. ഇപ്പം നേരത്തെ ഞങ്ങൾക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു തരുന്നത് അതാണ് ചേച്ചി കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം ഇനി നേരെ ചെന്ന് ചോറുണ്ണ നേരത്തെ അങ്ങോട്ട് എത്തുകയുണ്ടാവുള്ളൂ. 1 മണിയൊക്കെ കഴിയും അവിടെ എത്താൻ. അങ്ങനെ കുമ്പിടി എത്തിയിട്ടാ. കുമ്പിടി എത്തി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായില്ലേ. സ്വന്തം നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കും എൻ്റെ വാക്കുകളിൽ ഇല്ലേ. അങ്ങനെ കുമ്പിടിയിൽ നിന്ന് ഇതാണ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരത്ത് ഭാഗത്തുള്ളത്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എന്നാൽ വില്ലേജ് ഓഫീസ് കാണാം. വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്നുള്ള പോക്കറ്റ് റോട്ടിൽ കൂടെ അങ്ങോട്ട് ഒരിത്തിരി അങ്ങോട്ട് പോയാൽ മതി എൻ്റെ വീട്ടിലേക്ക്. എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ എത്താറായി. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതപ്പോൾ എത്തുമെന്ന് പറഞ്ഞപ്പോഴേക്കോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളേനല്ല കേട്ടോ ആദ്യം കാണേണ്ടത്, സൂര്യനെയാണ് ആദ്യം കാണേണ്ടത്. നമുക്കൊക്കെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും പേരക്കുട്ടികളോടാണ് അധികം ഇഷ്ടമല്ലേ. എന്നിട്ടാണ് 2ാം സ്ഥാനമേ നമുക്കുള്ളൂ. ചെന്ന് കയറിയത് നേരെ ഊണ് കഴിക്കാനിരിക്കാൻ പോകട്ടോ. അമ്മ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങോട്ട് വന്നാൽ അപ്പം തന്നെ ഇങ്ങോട്ട് വിളമ്പാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ടേബിളിനോട് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് അത് തോന്നുന്നു. 1:15 ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വർത്താനം പറയാമല്ലോ.
ആദ്യം തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ചിക്കനും പയറുപ്പേരി, നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പയറില്ലേ, അത് നല്ല നാടൻ പയറും അച്ചാറും പപ്പടവും എല്ലാം കൂടി കൂട്ടിയിട്ട് ഉള്ള ഒരു ഊണാണ്. മീൻ നോക്കിയപ്പോൾ നല്ല മീൻ കിട്ടിയില്ല അത്രയിന്ന്. അപ്പോൾ ഇന്ന് ചിക്കനാണ്. പിന്നെ സൂര്യനാണെങ്കിൽ മീനിനോട് വലിയ താല്പര്യമില്ലല്ലോ. അപ്പോൾ അവനിഷ്ടമുള്ളത് ആദ്യമാണ് ഉണ്ടാക്കുക. അവനിഷ്ടമുള്ളത് എന്തോ അതാണ്, അതിനാണ് പ്രിഫറൻസ്. അപ്പോൾ ചിക്കനാണ് ഇന്ന്. അങ്ങനെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കൂടി ഇരുന്നിങ്ങനെ വർത്താനം പറയുകയാണ് കേട്ടോ. അച്ഛനത് അപ്പുറത്ത് റൂമിൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അച്ഛനൊന്ന് ഊണ് കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് ഒരു മയക്കം വേണം. അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നിട്ടുള്ള വർത്താനമാണ്. ഇന്നിപ്പോൾ ഉറങ്ങാനൊന്നും ചിലപ്പോൾ സമ്മതിക്കില്ല, വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നിട്ടേ. അപ്പോൾ അച്ഛൻ കിടന്ന് വർത്താനം പറയാണ്. അങ്ങനെ ഏട്ടനാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ബെഡ്റൂമിൽ പോയി കിടന്നിരിക്കുന്നു. അട ഉണ്ടാക്കാൻ പോവാണ്. അമ്മ അട ഉണ്ടാക്കുകയാണ്, ചായക്ക് അട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇല കീറാൻ പോവാട്ടെ. അങ്ങോട്ട് പോ. കോവയ്ക്കുണ്ട, കോവയ്ക്കൊക്കെ ഉണങ്ങിപ്പോയി. വേറെന്തല്ലേ, മാങ്ങ ഒന്നും മൂട്ടില്ല, പഴുത്ത് വീണ. അവൾക്ക് മാങ്ങ ഉണ്ടായി. പിന്നെ സന്ധ്യേച്ചി അവിടെ ഇല്ല. സന്ധ്യേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുന്ന. സന്ധ്യേച്ചിയുടെ അമ്മയ്ക്ക് എന്തോ സുഖമില്ലായിട്ട് അവിടെ പോയിരിക്കണം. അപ്പോൾ അവിടെ ആളില്ല കേട്ടോ. അതപ്പോൾ അങ്ങോട്ട് പോവാത്ത. നല്ല വെയിൽ. 4 മണി കഴിഞ്ഞു, 4:30 ആയി. പക്ഷെ ഇപ്പോഴും നല്ല വെയിൽ. ഇനി അമ്മ അവിടെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്, വാട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാൻ പോകാം. അടയൊക്കെ പരത്തി കഴിഞ്ഞിട്ട് വേണം. അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ, ഓമക്കായും മാങ്ങയൊക്കെ പൊട്ടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓമക്കായ പറഞ്ഞത് മനസ്സിലായില്ലേ, പപ്പായ. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുക? ഇവിടെ കുമ്പിടി, ഞങ്ങളൊക്കെ ഓമക്കായ എന്നാണ് കേട്ടോ പറയുക. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ എത്തിയപ്പോഴേക്കും അത് വേറെന്താണ്, കർമ്മത്തി എന്നാണ് പറയുക. പക്ഷേ ഞാനങ്ങനെ കർമ്മത്തി എന്ന് പറയാറില്ല. എനിക്കെന്തോ അത് നാവിൽ വരില്ല. ഞാൻ ഓമക്കായ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പപ്പായ എന്ന് പറയുന്നവരുണ്ടായിരിക്കും, കപ്ലങ്ങ പറയുന്ന ആൾക്കാരുണ്ട് തോന്നണം അല്ലേ ആ നാട്ടിൽ. ഓമക്കായ പഴുത്തതും പച്ചയ്ക്കും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പഴുത്തത് അധികം പഴുക്കാതെയുള്ള അതില്ലേ ഇങ്ങനെ, അത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. അതേപോലെ പച്ചയ്ക്കുള്ളത് ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട്, ഉപ്പേരി മീൻസ് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് വേവിച്ച് അതിലിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഉപ്പേരി വെച്ചപ്പോഴേക്കും മുറിച്ചു. അപ്പോൾ അതിന് പഴുത്തിട്ടുമില്ല, എന്നാൽ ഒരു ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടുമുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉപ്പേരി വെച്ചു. പക്ഷേ ആദ്യം ആ ചൂടോർക്കന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ചൂടാറി കഴിഞ്ഞാൽ അതിന് നല്ല മതിരിപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്, പച്ച നോക്കിയിട്ടൊക്കെയാണ് പൊട്ടിക്കുന്നത്. ഇനി അവിടെ ചെന്ന് മുറിച്ചാലേ അറിയുള്ളൂ ഇത് പഴുക്കാരായോ ഇല്ലേന്ന്. അപ്പോൾ അപ്പുറത്ത് ഇതാ നല്ല മാങ്ങ നിൽക്കുന്നുണ്ട്, നല്ല മൂവാണ്ടൻ മാങ്ങയാണ്. അതും പഴുത്തിട്ടില്ല, അങ്ങനെ ഉള്ളിങ്ങനെ പഴുക്കാറായ ഒരു ഇതില്ലേ, മൂത്തിട്ട് അങ്ങനെ ആയതാണ്. അപ്പോൾ അതും ഒക്കെ പൊട്ടിച്ച് കൊണ്ടുപോവുകയാണ്.
ഓരോന്ന് ഈ മരുവന്റെ പ്രകടനം കാണാത്ത. അതെ, ഇനി മാറി കൈ മാറ്റും അവിടേക്ക്. മത്സരാണ് ആര് കൂടുതൽ. അടുത്ത ഞാൻ അതാണ് കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കൂ. ഇതൊക്കെ അപ്പുറത്തുണ്ട്. അവിടെ അത് സൂര്യനുള്ള അത്ര. ഇത് എങ്ങനെ ഈ കുഞ്ഞത് അതെന്താ വാടിയാണോ? അങ്ങനെ മാങ്ങ പൊട്ടിക്കലും പപ്പായ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ എത്തിയിട്ടാ. അപ്പോഴേക്കും അമ്മ അടയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾക്ക് പരത്തി കൊടുത്തിട്ട് പോയത്. അമ്മയ്ക്ക് ഇങ്ങനെ തല താഴ്ത്തി നിന്നിട്ട് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. എനിക്ക് അടയുടെ കൂടെ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞ പോലെ നെയ്യ് കൂട്ടിയാൽ ഫാറ്റാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വിടും കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും കഴിഞ്ഞു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഇനി പോവാനുള്ള ഒരുക്കത്തിലാണ്, തിരിച്ചു പോവാൻ. 6 മണി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നെസ്റ്റോയിലൊന്ന് പോകാനുണ്ട്. സൂര്യൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയാണ് അവനിങ്ങനെ നെസ്റ്റോ ലുലു അങ്ങനത്തേലൊക്കെ ഒന്ന് പോകണം. ഇവിടെ സാധാ സൂപ്പർ മാർക്കറ്റിനേക്കാളും നമുക്കൊരു ഗൾഫിലുള്ള അതേ ഒരു സിസ്റ്റമാണല്ലോ ഇവിടെ. നെസ്റ്റോയിലും ലുലുവിലൊക്കെ കയറിയാൽ ആ ഒരു ഫീൽ വരും. കുറച്ചുകൂടി നല്ല ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റൈലിലുള്ളത് ഇവിടെ ഉള്ളത് അധികം ഉണ്ടാവുക ഈ ലുലു അല്ലെങ്കിൽ നെസ്റ്റോ ഒക്കെയാണ്. നെസ്റ്റോ ആണെങ്കിൽ ഇവിടെയൊക്കെ തിരൂർ, എടപ്പാൾ, ഇനി കോട്ടയ്ക്കൽ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഞങ്ങൾ പോയിരുന്നത് ഇവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ളതില്ലായിരുന്നു. അത് നല്ല വലിയ നെസ്റ്റോണ് അതിനകത്ത്. ഇവിടെ എടപ്പാൾ ചെറുതൊന്നാണ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാളിനകത്ത് അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും നെസ്റ്റോ അല്ലേ, ഒന്ന് പോവാം അവിടെ. അത് കൂടെ പോകുമ്പോൾ പോവാം. ഇതൊരു വർഷം മുൻപ് തുടങ്ങിയിരിക്കുന്നു, ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടേക്കുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ നെസ്റ്റോയിൽ എത്തുന്നതിൻ്റെ മുന്നേ ഒരു എടപ്പാൾ ഹോസ്പിറ്റൽ കാണിച്ചു കൊടുത്താണ് സൂര്യനെ. എന്താ നീ ജനിച്ചത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് നെസ്റ്റോൻ്റെ മുകളിൽ വരുന്ന ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. ഏതൊരു ഡ്രസ്സിൻ്റെ പേര് മറന്നുപോയി. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതൊന്നുമല്ല, വെറുതെ ഇങ്ങനെ നോക്കാൻ ഇഷ്ടത്തിൽ അങ്ങനെ കയറി നോക്കിയതാണ്. നല്ല കളക്ഷനൊക്കെ ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇത് മുന്നേ ഉള്ള സ്വഭാവമാണ്, ഗൾഫിലായിരിക്കുമ്പോഴും അതെ, ഇങ്ങനത്തെ ഷോപ്പുകൾ കണ്ട വാങ്ങിക്കാനില്ലെങ്കിലും വെറുതെ ഒന്ന് നടക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കൽ കഴിഞ്ഞു. ഇപ്പോൾ നെസ്റ്റോനുള്ളിൽ കയറിയിട്ടോ. അപ്പോൾ അധികം പർച്ചേസിങ് ഒന്നുമില്ല. മെയിനായിട്ട് ഇങ്ങനെ കുറച്ച് ലിക്വിഡ് ഐറ്റംസ്, ഈ സോപ്പ് ലിക്വിഡ് ഇല്ലേ, എന്താ പറയുക, ഹാൻഡ് വാഷും അതേപോലെ വാഷിംഗ് മെഷീനിലേക്കുള്ള ലിക്വിഡും, പിന്നെ സൂര്യന് വേണ്ട സാധനങ്ങളൊക്കെ. സൂര്യന് എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ അത് വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. Amazing offers. Enjoy your shopping. Have a nice day. Dear valued consumers, welcome to Nesto Hypermarket. വയനാടിൻ സ്പെഷ്യൽ അച്ചാറുകൾ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഫുഡൊന്നും പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല. അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന്. രാത്രി അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത് അമ്മ ആദ്യം. അപ്പോഴാണ് ഇങ്ങനെ പോരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് വിട്ടു.
അപ്പോൾ ഇനിയിപ്പോൾ അത് ഇരുന്ന് കഴിച്ചാൽ മതി. വന്ന് ഒന്ന് കുളി കഴിഞ്ഞാൽ അത് ഇരുന്ന് കഴിക്കുക. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റിന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമുക്കിങ്ങനെ കൂടുതൽ ഇപ്പോൾ കുറച്ചുകൂടി അടുപ്പം തോന്നണില്ലേ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുമ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കും അത് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അടുപ്പം തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്കാരെ പോലെ ആയി നിങ്ങളെല്ലാവരും. അതുപോലെ എന്നെ അങ്ങനെ തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം കാണുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.